രുചേഷ് രവീന്ദ്രൻ നമ്മളിന്ന് ഹൈ റേഞ്ച് കയറാൻ പോവാണ്. തീർച്ചയായും ഇടുക്കിയുടെ മിടുക്കൊക്കെ ആർക്കാണെന്ന് പരിശോധിക്കാം. നോക്കാം ഇടുക്കി ആർക്കൊപ്പം. അപ്പം ആദ്യം ഇടുക്കിയുടെ ചരിത്രം 2011 മുതലുള്ള ഇടുക്കിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തുടങ്ങാം. നമ്മുടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയാം, 5 മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. വലിയ അർത്ഥത്തിൽ വലിയ വിസ്തൃതിയൊക്കെ ഉണ്ട്, പക്ഷെ ആ അർത്ഥത്തിലല്ല ജനസംഖ്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർ കയറി ഇറങ്ങേണ്ടി വരും പല മേഖലകളായി. അതാണ് ഇടുക്കിയുടെ ഒരു പ്രത്യേകത. നമുക്ക് ഈ ഒരേപോലെ സ്വാധീനമുള്ള ജില്ല. അതെ, നമുക്ക് ആ ഗ്രാഫിൽ തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ അത് 4-1 എന്ന നിലയിൽ ഈ ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ ഭരണത്തിലേറാൻ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകിയ ഒരു ജില്ലയാണ്. ഒരു സീറ്റ് മാത്രമാണ് എല്ലാ കാലത്തും അവരുടെ കോട്ടയായി നിൽക്കുന്ന തൊടുപുഴ മാത്രമാണ് ഒപ്പം നിന്നത്. മറ്റ് 4 മണ്ഡലങ്ങൾ LDF-നൊപ്പം നിന്നു. തൊട്ട് മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, 16-11 പരിശോധിച്ചാൽ നമുക്കറിയാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നിലയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. 3-2 എന്ന തരത്തിൽ. ഈ 4 എന്ന് പറഞ്ഞ് മാറിയത് അത് റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സംഭവിച്ച ഒരു മാറ്റമാണ്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിച്ച് നോക്കാം. ഓരോ ഇടുക്കി നമുക്കിപ്പം കാണുന്നത് പോലെ തന്നെ ഇനിയിപ്പം ഓരോ 5 സ്ഥലങ്ങളിലും എങ്ങനെയാണ് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് വിശദമായി പരിശോധിക്കണം. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് പോകാം. തീർച്ചയായും നമ്മൾ XR വാളിൽ അതിന്റെ വിശദമായ ഓരോ മണ്ഡലങ്ങൾ സംബന്ധിച്ച് വിശദമായ കണക്കുകളിലേക്ക് പോകാം. നമുക്ക് തോന്നുന്നത് ഒരു ത്രികോണപ്പോര് നടക്കുന്ന ഒരിടത്തു നിന്ന് തുടങ്ങാം. ആദ്യം ഫസ്റ്റ് ദേവികുളം. എന്തായാലും അഡ്വക്കേറ്റ് എ രാജ വരട്ടെ അല്ലേ. എ രാജ നിലവിലെ MLA ആണ്, CPIM നേതാവാണ്. എന്തായാലും ദേവികുളത്ത് ത്രികോണ പോരാട്ടം നടക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അത് അതെ, നമ്മൾ പലപ്പോഴും പറയും ഈ പേരും ചിഹ്നവും നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുക. പലപ്പോഴും പേര് മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ പേര് നോക്കി വോട്ട് ചെയ്താൽ ചിലപ്പോൾ അത് മാറിപ്പോകാം. അഡ്വക്കേറ്റ് എ രാജ, എഫ് രാജ, എസ് രാജേന്ദ്രൻ, അതെ, 3 രാജമാർ തമ്മിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും ശ്രദ്ധേയമായത് ഒരുപക്ഷെ ത്രികോണ പോരാട്ടത്തിലേക്ക് ഈ മണ്ഡലത്തെ കൊണ്ടെത്തിച്ചത് എസ് രാജേന്ദ്രൻ വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം അവിടെ BJPക്ക് വലിയ വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 4000 ചില്ലാനും വോട്ട് മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോഴും BJPക്ക് വോട്ട് ബാങ്ക് ഇല്ലെന്ന് പറയുമ്പോഴും ഇവരൊക്കെ തമ്മിലുള്ള വോട്ട് വ്യത്യാസവും അത്രയേ ഉള്ളൂ. അതെ, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എസ് രാജേന്ദ്രൻ 3 തവണ ഈ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് അത് തമിഴ്നാടുമായി അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കുടിയേറ്റ തോട്ട തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന നേതാക്കൾക്ക് കൂടുതൽ സ്വാധീനം ഉള്ളത് സ്വാഭാവികമാണ്. എന്തായാലും അഡ്വക്കേറ്റ് എ രാജ കുറച്ച് നാളുകളായി തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയ അഭിഭാഷകൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തിന് അല്ലാതെ തന്നെ അവിടെ ഒരു സ്വാധീനമുണ്ട്. ആ നിലയിൽ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് എ രാജ മത്സരിക്കുന്ന സമയത്ത് വലിയ ഒരു കലാപക്കൊടി ഉയർത്തിയ ഒരാളാണ് എസ് രാജേന്ദ്രൻ. പക്ഷേ ഇത്രയും സ്വാധീനമുള്ള ഒരു നേതാവ് കലാപക്കൊടി ഉയർത്തിയിട്ടും പാർട്ടിക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ട് എന്ന്, പാർട്ടിക്കുള്ളിൽ വലിയ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എ രാജ അവിടെ ജയിച്ചു. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ആ സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചു. പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നത് തന്നെയാണ്. എഫ് രാജ എന്തായാലും നമ്മൾ ഈ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭൂരിപക്ഷം കാണാം. 7848 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചത്. പലപ്പോഴും ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷത്തിലൊന്നും ജയിക്കുന്ന ഒരു മണ്ഡലമല്ല. കോൺഗ്രസിനും സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടേക്ക് എഫ് രാജ വരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസും ഇത്തവണ വലിയ പ്രതീക്ഷ പുലർത്തുന്നത്. രുചേഷ് രവീന്ദ്രൻ പറഞ്ഞായിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം മാറിക്കൊടുത്തതും പിന്നീട് അവസാനം ഈ അദ്ദേഹം കലാപക്കൊടി ഉയർത്തിയതും ഒക്കെയും വലിയ ചർച്ചയായതാണ്. അപ്പം രാജേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ദേവികുളം മണ്ഡലത്തിൽ ഒരു ത്രികോണപ്പോരിന് കളമൊരുങ്ങുന്നത്. ഒരുപക്ഷെ എസ് രാജേന്ദ്രൻ BJPയിൽ തന്നെ എത്തുമോ എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ എസ് രാജേന്ദ്രൻ BJPയിൽ പോകുന്നത് തുടക്കത്തിൽ നേരിട്ട് അങ്ങ് BJPയിലേക്ക് പോവുകയായിരുന്നില്ല. അത് CPM-മായി തന്നെ തെറ്റി CPM-ൽ നിന്ന് ഒരു സസ്പെൻഷൻ വാങ്ങി. ആ അർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. രാജയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന പരാതി ഉയർന്നതിന് ശേഷം അതിന്റെ അന്വേഷണം ഒക്കെ നടന്നു. അതുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ BJPയിലേക്ക് ഒരു CPM MLA പോയി എന്നുള്ള വലിയൊരു പ്രചാരണത്തിലേക്ക് അത് പോകാത്തതിന് കാരണം സസ്പെൻഷനിലായിരുന്നു കുറച്ചു കാലം എന്നതുകൊണ്ടാണ്. പക്ഷേ എങ്കിലും എല്ലാ കാലത്തും CPM-ന് ഒരു നാണക്കേടായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 3 തവണ MLA ആയ ഒരു നേതാവ് BJPയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും CPM-ന് സംബന്ധിച്ച് ഒരു നാണക്കേടായി നിൽക്കുന്ന കാര്യമാണ്. എഫ് രാജയെ കുറിച്ച് കൂടി പറഞ്ഞു പോകാം എന്ന് തോന്നുകയാണ്. എഫ് രാജയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രുചേഷ് രവീന്ദ്രൻ 10,000-ൽ താഴെ വോട്ടിനാണ് സമീപകാലത്തെല്ലാം ദേവികുളം നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന പോലെ 7,848 വോട്ട്. അത് നേരത്തെ വിശദമായി പറഞ്ഞിരുന്നു. ഈ വോട്ട് വ്യത്യാസം വളരെ കുറവാണ് നേതാക്കളൊക്കെ തമ്മിലുള്ള. അപ്പോൾ അതുകൊണ്ട് ദേവികുളം ഇവിടെയും
കുറച്ച് ടൈറ്റ് ഫൈറ്റ് ആണ് എന്ന് തന്നെ പറയാം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും നമ്മൾ എന്തായാലും ഒരു ത്രികോണ പോരാട്ടം അത് ആ അർത്ഥത്തിൽ ഇടുക്കിയിൽ നടക്കുന്നത് ഇവിടെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ നമ്മൾ ഇത് ശ്രദ്ധേയമായി നിൽക്കും. കാരണം സംസ്ഥാനത്ത് തന്നെ ഈ ത്രികോണ പോരാട്ടം ശ്രദ്ധേയമാകുന്ന നമ്മൾ പലപ്പോഴും പല മണ്ഡലങ്ങളെയും പറഞ്ഞ് BJP നേടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെ പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പലപ്പോഴും ദേവികുളം വരാൻ സാധ്യതയില്ല. ആരുടെയും മനസ്സിലേക്ക് ദേവികുളം വരുമോ? പക്ഷേ എസ് രാജേന്ദ്രൻ ആയതുകൊണ്ട് എഴുതി തള്ളാൻ പറ്റില്ല. നോക്കാം എങ്ങനെയായിരിക്കും ദേവികുളം ചിന്തിക്കുന്നത്. ഇനിയിപ്പോ ഉടുമ്പൻചോല വിളിക്കാം അല്ലേ? തീർച്ചയായും ദേവികുളം കഴിഞ്ഞ് ഇനിയിപ്പം അടുത്തത് ഉടുമ്പൻചോലയിലേക്കാണ്. ഉടുമ്പൻചോല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആദ്യത്തെ പേരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പേര് തന്നെയായിരിക്കും. പക്ഷേ ഇത്തവണ KK ജയചന്ദ്രനാണ് ഇവിടെ ഉടുമ്പൻചോലയിൽ നിന്ന് CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. സേനാപതി വേണു കോൺഗ്രസിന് വേണ്ടി, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് BDJS-ന് വേണ്ടി മത്സരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ വട്ടം MM മണി വലിയ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം 38,305 എന്ന ഒരു വലിയ ഭീമൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഉടുമ്പൻചോല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതുപക്ഷത്തിന് വളരെ ശക്തമായി വേറിട്ടുള്ള മണ്ണാണ്. ആ മണ്ണിലേക്കാണ് ഇപ്പോൾ MM മണിക്ക് പകരമായിട്ട് KK ജയചന്ദ്രൻ വരുന്നത്. MM മണിയും സജീവമായിട്ട് പ്രചാരണ രംഗത്തുണ്ട്. പക്ഷേ MM മണി നേരത്തെ സീറ്റൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒരുപക്ഷെ എനിക്ക് ഉള്ളിൽ ഒന്നുമില്ലാതെ തുറന്നു പറയുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും MM മണിയെ നമ്മൾ പല വിവാദങ്ങളിലും കണ്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള ആരോഗ്യ പ്രശ്നമില്ല. എല്ലാ കാലത്തും MM മണി പാർട്ടി എന്ത് പറയുന്നു അതിനനുസരിച്ച് നീങ്ങുക എന്നതാണ് പലപ്പോഴും കുഴപ്പത്തിലാക്കാറുമുണ്ട്. തീർച്ചയായും വിവാദങ്ങളിൽ എപ്പോഴും പെടുന്ന ആളാണ്. പക്ഷേ KK ജയചന്ദ്രൻ കൂടി എങ്ങനെയെങ്കിലും വരുന്ന തരത്തിൽ കാണേണ്ട ഒരു നേതാവല്ല. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതോടൊപ്പം MM മണിക്ക് മുമ്പ് ആ മണ്ഡലത്തിൽ തുടർച്ചയായി 3 തവണ ജയിച്ച MLA ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിച്ചാൽ പാർട്ടി മുന്നണി ജയിച്ചാൽ പേര് വരുന്ന ഒരു നേതാവാണ്. അത്രമാത്രം വലിയൊരു സ്വാധീനമുള്ള നേതാവാണ്. എന്തായാലും സേനാപതി വേണുവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ. സേനാപതി വേണുവിനെ ഒട്ടും നമ്മളൊരു നിസാരക്കാരൻ്റെ ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ അല്ല സേനാപതി വേണുവിന് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിൽ അത്രയേറെ സ്വാധീനം ഉള്ളൊരു നേതാവാണ്. മാത്രമല്ല ഒട്ട് വ്യത്യാസമൊക്കെ തുച്ഛമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പറയുന്ന സാക്ഷാൽ MM മണിയെ 2016-ൽ ഒരുപക്ഷെ MM മണി തോൽക്കുമോ എന്ന് വരെ നമ്മൾ ഫൈറ്റ് കൊടുത്ത ഒരു നേതാവാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ സേനാപതി വേണു വല്ലാതെ ചർച്ചയാകുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത് ഇതെന്റെ അവസാനത്തെ നിയമസഭാ പോരാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോരാട്ടം കുറച്ച് വൈകാരികം കൂടിയായിരിക്കും. തീർച്ചയായും അദ്ദേഹം അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം കോൺഗ്രസിന്റെ വളരെ ഇടുക്കിയിലെ വളരെ മികച്ച ഒരു മുഖമായി അവർ ഉയർത്തുന്ന ഒരു നേതാവ് തന്നെയാണ്. എന്തായാലും സേനാപതി വേണു ഈ മണ്ഡലത്തിൽ ഒരു മികച്ച മത്സരം MM മണിയോട് നടത്തിയതിന് ശേഷം ഒരു 10 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം വരുന്നത് ഏതായാലും ജയം ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. അതിൽ VD സതീശന്റെ വാക്കുകൾ നമുക്ക് എടുത്തു പറയാം. കാരണം എറണാകുളം, അതോടൊപ്പം മലപ്പുറം, പത്തനംതിട്ട എന്ന് പറഞ്ഞ് 4ാമത്തെ ഒരു ജില്ല പറഞ്ഞത് തൂത്തുവാരും എന്ന് പറഞ്ഞ ജില്ല അത് ഇടുക്കിയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ജയം ഉറപ്പിച്ച് നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ആ ജയത്തിലുള്ള തീർച്ചയായും ഒരു തർക്കവുമില്ല. ഈ കാണുന്ന ഭൂരിപക്ഷം അത് ഒരുപക്ഷെ 5 വർഷത്തെ MM മണിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ വൈദ്യുതി വകുപ്പിലുണ്ടായ വലിയ മാറ്റം വളരെ ശ്രദ്ധേയമായിരുന്നു. ആ ഒരു മാറ്റത്തിന് കൂടി കിട്ടിയ ഒരു വോട്ടാണ്. ഒരുപക്ഷെ ആ തവണ വന്ന ഇടത് തരംഗത്തിൽ ഉണ്ടായ ഒരു വോട്ടാണ്. ഇതേ വോട്ട് ഇവിടെ തന്നെ നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നല്ല ഒരു ഫൈറ്റ് KK ജയചന്ദ്രന്. പ്രധാന മത്സരം KK ജയചന്ദ്രനും സേനാപതി വേണുവും തമ്മിലാണെങ്കിൽ ഇവിടെ ഈ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകം. നമ്മൾ 2016-ൽ BDJS ആദ്യം മത്സരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ വലിയ ഒരു ഭൂരിപക്ഷം ഒരു വോട്ട് 27,000-ലേറെ വോട്ട് നേടിയ ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ ഇടുക്കി ആ അർത്ഥത്തിൽ അതിന് തൊട്ട് പിന്നാലെ സംഗീത വിശ്വനാഥൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞു. ആ തരത്തിൽ കൂടി ഇത് ചർച്ചയാകുന്നുണ്ട്. സംഗീത വിശ്വനാഥൻ വരുമ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നത് സംഗീത വിശ്വനാഥൻ വലിയൊരു BDJS-ന്റെ ഒരു മുഖമാണ്. തീർച്ചയായും ഒരു പരീക്ഷണമായി ഇടുക്കിയിൽ നിന്ന് ഇത് ഉടുമ്പൻചോലയിലേക്ക് വരികയാണ്. എന്തായാലും സംഗീത വിശ്വനാഥന്റെ സ്ഥാനാർത്ഥിത്വവും ഇത്തവണ പ്രത്യേകിച്ച് അത് BJP പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ അവർ വലിയ പ്രാധാന്യത്തോടെ കേരളത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് BDJS-ന് ആ സീറ്റ് കൊടുത്തത് NDA-ക്ക് ഏത് തരത്തിൽ ഗുണമാകും. ഉടുമ്പൻചോല പറഞ്ഞ വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ഒരിക്കൽ കൂടി പറയണം. 2016-ൽ വെറും ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു MM മണിയോട് വെറും 1109 വോട്ടുകൾക്ക് മാത്രമായിരുന്നു സേനാപതി വേണുവിന് അവസരം നഷ്ടമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫൈറ്റ് എന്ന് പറയുന്നതും അത്രയേറെ ആവേശം നിറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി ഉടുമ്പൻചോല അങ്ങ് വിട്ടാലോ അല്ലേ? തീർച്ചയായും ഉടുമ്പൻചോല വിട്ടു. ഇത് നമ്മളൊരു ഇടത് കോട്ടയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്കൊരു
വലത് കോട്ടയിലേക്ക് യു ഡി എഫിന്റെ കോട്ടയിലേക്ക് പോകും. തൊടുപുഴയിലേക്കാണ്. തൊടുപുഴ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അത് എപ്പോഴും ഓർമ്മയിൽ വരിക ജോസഫ് സാറിന്റെ പേരിന് ഒപ്പമാണ് എപ്പോഴും. പാല എം മണിക്ക് എന്ന് പറയുന്ന പാല കെ എം മാണിക്ക് പറയുന്ന പോലെ, അതുപോലെ ഉമ്മൻചാണ്ടിക്ക് നമ്മൾ എപ്പോഴും പുതുപ്പള്ളി പറയുന്ന പോലെ തൊടുപുഴ എപ്പോഴും പി ജെ ജോസഫിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. തലമുറ മാറ്റമാണ്. തീർച്ചയായും തലമുറ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തന്നെ വരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പി ജെ ജോസഫിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നമുക്കറിയാം 20,259 വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു സ്ഥലമാണ്. വലിയ ഒരു മത്സരം തന്നെ. എന്തായാലും മകൻ അപ്പു ജോൺ ജോസഫ് അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് തൊടുപുഴയെ വ്യത്യസ്തമാക്കുന്ന കാര്യം. എന്തായാലും സിറിയക് ചാഴികാടൻ കേരള കോൺഗ്രസുകളുടെ പോരാട്ടം നടക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ഈ കേരള കോൺഗ്രസ് പോയതിന് ശേഷം ഈ രണ്ട് കേരള കോൺഗ്രസുകളിൽ ആർക്കാണ് ശക്തി എന്നത് പലപ്പോഴും ഈ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഇവർക്ക് അതുകൊണ്ട് ഈ ഓരോ മത്സരവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരം പോരാട്ടമാണ്. പ്രത്യേകിച്ച് പരസ്പരം മത്സരിക്കുന്ന ഇടങ്ങളിൽ അത് പിടിച്ചെടുക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം ഞങ്ങളുടെ കൂടിയാണ് അണികളെല്ലാം ഉള്ളത് എന്ന് ബോധിപ്പിക്കുക കൂടി വേണം. അതുകൊണ്ട് ഒരുപക്ഷെ തൊടുപുഴ ഏറ്റവും മികച്ച രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ സിറിയക് ചാഴികാടനെ നിർത്തുന്നു. പക്ഷേ നമുക്കറിയാം അബു ജോൺ ജോസഫ് കാലങ്ങളായി അദ്ദേഹം പി ജെ ജോസഫിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളാണ്. ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് സജീവമായി തന്നെ അദ്ദേഹത്തിന്റെ യുവത്വ കാലത്ത് സംഗീതവും ഒക്കെയായി സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ യുവാക്കളോട് വളരെ കണക്റ്റായി നിൽക്കുന്ന ആളാണ്. ആദ്യത്തെ മത്സരം തന്നെ നിയമസഭയിലേക്കാണ് മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതെ പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു. റോയിയെ വരിക്കാട് 2020 വേണ്ടി മത്സരിക്കുന്നു. ഇവിടെയും ശ്രദ്ധേയമാകുന്നത് നമ്മൾ ഈ സാമുദായിക സമവാക്യം വളരെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് തൊടുപുഴ ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ആ അർത്ഥത്തിൽ വലിയ വോട്ട് ഷെയർ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയൊക്കെ വോട്ട് വാങ്ങാം എന്നതൊക്കെ തന്നെയാണ് നമ്മൾ നിർണായകമാക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് ഇനിയിപ്പോ നമ്മൾ നേരെ മന്ത്രിമണ്ഡലത്തിലേക്ക് പോകാം അല്ലെ, ഇടുക്കിയിലേക്ക്. ഇടുക്കിയിലെ മിടുക്കൻ ആരാകും എന്നാണ് അറിയേണ്ടത്. റോഷി അഗസ്റ്റിൻ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ഇക്കുറിയും ജനവിധി തേടുന്നു. റോയ് കെ പൗലോസാണ് കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. ഒപ്പം അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ BD ചേസിനുമാകുന്നു. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പരാജയം അറിയാത്തൊരു നേതാവാണ്. 2001 ശേഷം നമ്മൾ ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ ഏത് മുന്നണി എന്നതൊന്നുമില്ല, എപ്പോഴും ജയിച്ചു വന്ന ആളാണ് റോഷി അഗസ്റ്റിൻ. മാത്രമല്ല ജനകീയനാണ്, വളരെ മന്ത്രിയാകുമ്പോഴും ജനകീയനായിട്ടുള്ള ആൾ തന്നെയാണ് റോഷി അഗസ്റ്റിൻ. റോയ് കെ പൗലോസിലേക്ക് വരുമ്പോഴത്തേനും റോഷി അഗസ്റ്റിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായിട്ടൊരു കോൺഗ്രസ്സുകാരനോട് ഒരു കൈപ്പത്ത ചിഹ്നത്തോട് മത്സരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചും ഒരു കൈപ്പത്ത ചിഹ്നത്തിൽ ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അതും കുറച്ചും കൂടി നമ്മൾ ആ ഭൂരിപക്ഷത്തിലേക്ക് കൂടി നോക്കുമ്പോൾ ഈ മത്സരത്തിന്റെ ഏറ്റവും ആവേശം എന്താണെന്ന് മനസ്സിലാവും. കഴിഞ്ഞ വട്ടം വെറും ഈ തുച്ഛമാണ് 5573 വോട്ട്, നിസ്സാരമായ വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. പക്ഷെ അദ്ദേഹം വിജയിച്ചു, അദ്ദേഹം മന്ത്രിയായി. അതിനുശേഷം നമുക്ക് കേരള കോൺഗ്രസിന്റെ ഒരുപക്ഷെ നമുക്കറിയാം കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ അവസാന വാക്ക് എന്ന് പറയുന്ന തരത്തിൽ ഒരു സ്റ്റാച്ചർ കെ എം മാണിക്കുണ്ട്. പക്ഷേ തിരിച്ച് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയമൊക്കെ ആയപ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതാണ് രജീഷ് ഇടുക്കി മണ്ഡലത്തെ കുറച്ചും കൂടി പ്രവചനാതീതമാക്കുന്നത്. ഇപ്പം നോക്കണം, ഇപ്പോ റോഷി അഗസ്റ്റിനാണ് ഈ ഇടുക്കിയിൽ തന്നെ കൂടുതലും ആളുകൾക്ക് കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം UDF-നൊപ്പം ചേരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ചകളൊക്കെ നടത്തി. ഇപ്പോൾ പൊതുമധ്യത്തിൽ നിഷേധിക്കുന്നുണ്ടെങ്കിലും നേരത്തെ ചർച്ചകളൊക്കെ നടന്നിരുന്നു അവിടെ. ആ രീതിയിൽ വാർത്തകളും ഒക്കെ വന്നിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിന്റെ വളരെ കടുത്ത നിലപാട് തന്നെയാണ് മുന്നണി ഇപ്പോഴും, അല്ലെങ്കിൽ ആ പാർട്ടി ഇപ്പോഴും ഇടത് മുന്നണിയിൽ. രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, കേരള കോൺഗ്രസ് മാറണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് റോഷി ആ അർത്ഥത്തിൽ ഒരു വിലങ്ങുതടിയാണ്. പക്ഷെ അതേസമയം ഇടതുപക്ഷത്തുള്ള CPM അടക്കമുള്ള CPI അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് റോഷിയാണ് അവർക്കൊപ്പം ഉറച്ചു നിന്ന നേതാവ് എന്ന തരത്തിൽ. ഈ ഇടുക്കി 2-3 കാര്യത്തിൽ ഒന്ന് അതാണ്. രണ്ടാമത്തത് റോയ് കെ പൗലോസ് അവിടെ വരുന്നു. ഈ നമുക്കറിയാം ബേസിക്കലി ഒരു UDF മണ്ഡലമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൈപ്പത്ത ചിഹ്നത്തിൽ ഒരാൾ ഈ കുറേയും കാലത്തിന് ശേഷം വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി വൈകാരികമാകും. മൂന്നാമതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം 10-ൽ 10 UDF-ന്റെ കയ്യിലാണ്. അപ്പം അതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഇവിടെ എങ്ങനെ ഇടുക്കിയിൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ റോയ് കെ പൗലോസിന് ഒരു എഡ്ജ് അവിടെ പ്രചാരണത്തിൽ നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മന്ത്രിമണ്ഡലമാകുമ്പോൾ പോലും അത് കിട്ടുന്നത് എന്തുകൊണ്ട് അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ സ്വീകാര്യനായ ഒരു നേതാവാണ്. ആ മണ്ഡലത്തിൽ വളരെ സ്വീകാര്യനായ നേതാവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ചോദിച്ച് വാശി പിടിച്ച് തന്നെ കോൺഗ്രസ് വാങ്ങിച്ചതാണ്. പക്ഷേ കേരള കോൺഗ്രസും വലിയ ഒരു ബഹളത്തിന് നിന്നില്ല. തുടക്കത്തിൽ 10-ൽ തന്നെ മത്സരിക്കണം എന്ന വാശിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു അവസരം ഞങ്ങൾ തരികയാണ് എന്ന് പറഞ്ഞു. പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും കേരള കോൺഗ്രസും ഉയർത്തിയില്ല. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാലും നമുക്കറിയാം അത്രയും ആളുകൾ, വലിയ തരത്തിൽ ഉള്ള നേതാക്കളൊന്നും കേരള കോൺഗ്രസിന്റെ പട്ടികയിൽ വാശി പിടിച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ല. കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒഴിവാക്കേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് എന്തായാലും റോയ് കെ പൗലോസിനെ ഇത്തവണ ഇറക്കണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും
അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ അവിടെ BDJS വേണ്ടി മത്സരം. ആ ഭൂരിപക്ഷം ഒരുപക്ഷെ പ്രതീഷിന്റെ കാര്യത്തിൽ കൂടിയാണ് നിർണായകമാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വോട്ട് ഇടുക്കിയിൽ പിടിച്ച ഒരു ഘട്ടം ഉണ്ട് അവർക്ക് 2016-ൽ. പ്രതീഷ് 27,000 വോട്ടല്ലേ? 27,000 ഒരു ചെറിയ വോട്ടേ അല്ല ഇടുക്കിയെ സംബന്ധിച്ച് NDA പിടിക്കുന്നത്. പ്രത്യേകിച്ച് BDJS പോലെ ഒരു പാർട്ടി പിടിക്കുന്നത്. എന്തായാലും ആ വോട്ടിലേക്കൊക്കെ തിരിച്ചു വരുമോ? കഴിഞ്ഞ തവണ അത് 9,000-ആയി 3-1 കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് സംഗീത ആണ് മത്സരിച്ചത്. അവിടെ ഒരു മാറ്റം പ്രതീക്ഷ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരുപക്ഷെ പ്രതീക്ഷ പഴയ 2016-ലെ വോട്ടിലേക്ക് പോയാൽ ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചനാതീതമായി മാറുന്നത് അതുകൊണ്ട് ഒരു ത്രികോണ പോരിനുള്ള വലിയ കാരണം ഇപ്പം. പക്ഷെ നിലവിൽ പ്രചാരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും വലിയൊരു പ്രചാരണം അവിടെ കാണുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. എന്തായാലും ഒരു നമുക്ക് പ്രവചനാതീതമായ ഒരു മത്സരം തന്നെയാണ് ഇടുക്കി കഴിഞ്ഞ് നമുക്കിനി നേരെ പീരുമേട് നിയമസഭാ മണ്ഡലത്തിലേക്ക് പോവുകയാണ്. പീരുമേട്ടിലേക്ക് വരുമ്പോൾ K. സലിംകുമാർ CPIക്ക് വേണ്ടി, സിറിയക് തോമസ് കോൺഗ്രസിന് വേണ്ടി, V. രതീഷാണ് BJPയുടെ സ്ഥാനാർത്ഥി. നേരത്തെ ഇവിടെയും വാഴൂർ സോമനാഥ് അദ്ദേഹം മരണപ്പെട്ടു, അന്തരിച്ചു. പിന്നീട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ അതെ, പക്ഷെ അദ്ദേഹത്തിന്റെ വിജയവും നോക്കൂ രജേശ്വരേന്ദ്ര. 1835 എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പീരുമേട് സമീപകാലത്തെല്ലാം ജയിച്ചത് ഇടതുപക്ഷമാണ് എങ്കിൽ കൂടി ഈ മത്സരമാണ് ശ്രദ്ധേയമാകുന്നത്. കാരണം ഏതെങ്കിലും ഒരു നിസാരമായ ഒരു പ്രശ്നം ഉണ്ടായാൽ വേണമെങ്കിൽ മറിയാവുന്ന ഒരു മണ്ഡലം മാത്രമാണ് പീരുമേട്. നമുക്ക് ഈ പറയുന്നത് പോലെ മുൻപ് കോൺഗ്രസ് അവിടെ ജയിച്ച മണ്ഡലമാണ്. അതിനുശേഷം തുടർച്ചയായി ഇപ്പോൾ LDF ജയിക്കുന്നു എന്നത് മാത്രമാണ്. ഇവിടെയും ശ്രദ്ധേയമാകുന്നത് BJP സ്ഥാനാർത്ഥിയുടെ ഒരു വരവ്. അത് നമ്മൾ എടുത്തു പറയണം. 1835 വോട്ടിന് മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ BJP എത്ര വോട്ട് പിടിക്കുമെന്നത് രണ്ടുപേരുടെ സാധ്യതകളെയും ബാധിക്കുന്നതാണ്. എന്തായാലും CPIക്ക് വേണ്ടി സലീംകുമാറും കോൺഗ്രസിനോട് അലോഷ്യസ് സേവന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടതായിരുന്നു. സംസ്ഥാന അധ്യക്ഷന് വേണ്ടി പറഞ്ഞു. പിന്നെ രണ്ടിടത്ത് പറഞ്ഞു, പൂഞ്ഞാറിലും പറഞ്ഞു കേട്ടിരുന്നു, പീരുമേടും പറഞ്ഞു കേട്ടു. പിന്നെ അവസാനം രാജ്യഭീഷണിയൊക്കെ വന്നു. പിന്നെ KC വേണുഗോപാൽ ഇടപെട്ടു. പിന്നീട് എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഒടുവിൽ സിറിയക് തോമസ് തന്നെ അവിടെ മത്സരം നമ്മൾ ഈ പറയുന്ന പോലെ സലീംകുമാറും സിറിയക് തോമസും തമ്മിലാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ എന്ത് വിധി വരുമെന്നതൊക്കെ BJPയുടെ വോട്ട് കൂടി തീരുമാനിച്ചായിരിക്കും ഈ വിധി ഉണ്ടാകും. അപ്പൊ പറഞ്ഞ പോലെ ഇടുക്കിയിലെ മിടുക്കനാര് മിടുക്കി ആരെന്നൊക്കെ അറിയാനായിട്ട് ഇനി നമ്മൾ കാത്തിരിക്കണം.